ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് രാവിലെ തന്നെ വേഗം കർട്ടനും കാര്യങ്ങളൊക്കെ ഒന്ന് അലക്കാൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. നനച്ചുള്ളിപ്പണിയുടെ ലാസ്റ്റ് സ്റ്റേജ് ആട്ടോ. റൂം മൊത്തം ഒന്ന് തട്ടിക്കൊട്ടണം. അങ്ങനെ ഞാൻ കർട്ടനും കാര്യങ്ങളൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തുണീൻ്റെ കർട്ടനാണ്, അപ്പോൾ തിരുമ്പിയാണ്ട് ഉണക്കി ഇടാനൊക്കെ നല്ല സുഖമാണ്. മറ്റേ കർട്ടനാകുമ്പോൾ ബ്ലൈൻഡ്സ് ആകുമ്പോൾ തുടച്ചെടുക്കാനല്ലേ പറ്റുള്ളൂ. അവിടെ സൈഡിൽ മോനുണ്ട്. മോന് ഇതിലേക്ക് വരുന്നതിന് മുന്നേ വേഗം കർട്ടനൊക്കെ ഊരിയിട്ട് നിലത്തേക്കിടും. ചില ദിവസങ്ങളിൽ എല്ലാം ചെയ്യാൻ ഭയങ്കര ഉഷാറാവും, ചില ടൈമിലാണെങ്കിൽ ഭയങ്കര മടിയാവും. നോമ്പടുപ്പിച്ച് അവസാനത്തിലോട്ട് വെച്ചത് ചെയ്തിട്ടോ കർട്ടൻ എടുക്കലൊക്കെ. അങ്ങനെ ലാസ്റ്റ് കർട്ടനൊക്കെ ഊരി ഇവിടെ താഴോട്ടിട്ടിട്ടുണ്ട്. അപ്പോഴേക്കും മോന് അടിച്ചിടാൻ തുടങ്ങിയിട്ടുണ്ട് സൈഡിൽ. താഴത്തെ പണി കഴിഞ്ഞ് എൻ്റെ മോന് വേഗം മേലെ കയറിക്കണം അമ്മച്ചീനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. നീ എന്തെങ്കിലും മേലെ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിലോ. അങ്ങനെ മേലെ അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഞാൻ അവിടെ നിന്ന് തുടച്ചെടുക്കുകയാണ്. ജനവാതിലും അതുപോലെ തന്നെ കർട്ടൻ്റെ ഇതും ഒക്കെ തുടച്ചെടുക്കാൻ പോവാണ്. എന്നിട്ട് റൂമൊന്ന് നല്ലോണം തട്ടിക്കൊട്ടണം. ആദ്യമൊക്കെ എപ്പോഴും എന്നും രാവിലെ എണീറ്റ ജനവാതിൽ തുറന്നത്. ഇപ്പം മോന് ഇവിടെ ജനവാതിന്മേലാണ് തൊട്ടിലുള്ളത്. അപ്പോൾ ഒരു ടെൻഷനാണ്. ജനവാതിൽ തുറന്നിട്ടിട്ട് മോനെ ആക്കി പോകുമ്പോൾ ഒരു ടെൻഷൻ. അപ്പം ജനവാതിൽ ഇപ്പോൾ തുറക്കാറില്ല, അല്ലെങ്കിൽ എന്നും തുറക്കാറുണ്ടായിരുന്നു. തുറക്കാതെ ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് തോന്നുന്നുണ്ട് വേഗം മാറാലൊക്കെ പിടിക്കും. അപ്പോൾ ഇവിടെയൊക്കെ മാറാലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തട്ടി ജനവാതിലും കാര്യങ്ങളൊക്കെ നല്ലോണം തുടച്ചെടുക്കാം. ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം മേലത്തെ ഫാനും അതേപോലെ തന്നെ തുടച്ച് നന്നാക്കിയിട്ടു. നല്ലോണം കൈ ശ്രദ്ധിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ കൈ മുറിയാവും. അപ്പം നല്ലോണം നോക്കിയും കണ്ടൊക്കെ തുടച്ചെടുത്തു. ഇടയ്ക്കിടയ്ക്ക് തുടച്ച് നന്നാക്കും. അടിച്ചു വരുന്ന സമയത്ത് തന്നെ ഇടയ്ക്കിടയ്ക്ക് തട്ടിക്കൊട്ടുന്നതുകൊണ്ട് വല്ലാതെ പൊടിയും കാര്യങ്ങളൊന്നും റൂമിലില്ലായിരുന്നു. കട്ടിൻ്റെ മേലെ ചവിട്ടി കയറിയിട്ടാട്ടോ ഫാനൊക്കെ തുടച്ച് നന്നാക്കുന്നത്. അത് കണ്ട പാടെ എൻ്റെ മോന് താഴേന്ന് കട്ടിൻ്റെ മേലെ കയറിയിരിക്കണം. ഓനെ ഞാൻ തുടക്കണൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, എങ്ങനെ തുടക്കണേ, എവിടെയാണ് എന്നൊക്കെ. അതിൻ്റെ ഇടയിൽ എന്നെ പിടിച്ച് തള്ളിയിടാനൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ ഫാനും തുടച്ചെടുത്തിട്ടോ. പിന്നെ കട്ടിലിൻ്റെ ഭാഗത്ത് നല്ലോണം പൊടിയുണ്ട്, കണ്ടില്ലേ? നല്ലോണം നോക്കിയാൽ മനസ്സിലാവും, ഇഷ്ടംപോലെ പൊടിയുണ്ട്. ഈ പൊടിയൊക്കെ എത്രത്തോനെ പൊടി എങ്ങനെയാണ് ഈ റൂമിലേക്ക് കയറണമെന്ന് ഒരു എത്തുമുടിയില്ല. ഇപ്പം ഇന്ന് തുടച്ചാൽ നാളെ നോക്കിയാൽ നാളെ ഉണ്ടാവും, അത്രയും തോനെ പൊടിയാണ് ഉണ്ടാവുക. ആദ്യമൊക്കെ കട്ടിലിൻ്റെ എല്ലാ ഗ്യാപ്പിലും ഈ വെക്കുന്ന ഓരോ സ്ഥലത്തും എല്ലാ സാധനങ്ങളൊക്കെ വെച്ചിരുന്നു. ഇപ്പോൾ ആദ്യം ചെറുതായതുകൊണ്ട് തന്നെ ഓനെ ഒന്നും അതിന്മേൽ വെക്കാൻ സമ്മതിക്കില്ല, ഒക്കെ തള്ളി താഴേക്കിടും. അപ്പോൾ ഒന്നും വയ്ക്കാറില്ല. ഈ നിലത്തത്തെ പൊടിയും കാര്യങ്ങളൊക്കെ ബ്രഷ് എടുത്തിട്ട് അടിച്ചു വാരുന്ന ടൈമിൽ എന്തൊക്കെ എൻ്റെ മോൻ സാധനങ്ങൾ നിലത്ത് കിട്ടുമോ അതൊക്കെ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കിട്ടും കേട്ടോ. ഇപ്പോൾ വെക്കണ ചീർപ്പുണ്ട്, അതിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ചീർപ്പ് അടിച്ചു കയറിയപ്പം ചീർപ്പും കിട്ടി. ഇങ്ങനത്തെ കട്ടിലായതുകൊണ്ട് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ്. എന്ത് സാധനം വീണ് കഴിഞ്ഞാൽ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അടിച്ചു വാരലൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം ബെഡ്ഷീറ്റ് റെഡിയാക്കാം കേട്ടോ. ബെഡ്ഷീറ്റ് റെഡിയാക്കിയതിന് ശേഷമാണ് ഞാൻ അലമാര തുടയ്ക്കുന്നത്. നനഞ്ഞ തുണി കൊണ്ട് അലമാര മൊത്തം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്, കാരണം നല്ല പൊടി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അടിച്ചു വാരലും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം റൂം റെഡിയാക്കി എടുത്തിട്ടോ. അപ്പോൾ കർട്ടനില്ലാതെ ഇപ്പോൾ ഇങ്ങനെയാണ് റൂമിൻ്റെ അവസ്ഥ. ഇങ്ങനെ നല്ലോണം നീറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ മനസ്സിനൊരു സന്തോഷം കേട്ടോ. നമ്മൾ റൂമിലോട്ട് ഇങ്ങനെ കയറുമ്പോൾ പുതിയൊരു റൂമിലോട്ട് കയറുന്നൊരു ഫീൽ കിട്ടും.
ആ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അടിച്ചുവാരലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം പോയിട്ട് ചോറിനുള്ള പരിപാടി നോക്കുകയാണ്. ആദ്യം ചോറിൻ്റെ കുടുക്ക നല്ലോണം കഴുകി വെള്ളം നിറച്ചിട്ട് അടുപ്പത്ത് തീ കത്തിച്ചിട്ട് വെള്ളം വെക്കാം. അടുപ്പ് കത്തിക്കുന്നതിന് മുന്നേ വെണ്ണീർ കളയാനുണ്ട് കേട്ടോ. 2 ദിവസം കൂടുമ്പോഴാണ് വെണ്ണീർ എടുക്കാറ്. പിന്നെ ഓലക്കൊടിയും അതേപോലെ തന്നെ ചകിരിയൊക്കെ വെച്ചിട്ട് വേഗം അടുപ്പ് കത്തിക്കാം കേട്ടോ. തീയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം പോയിട്ട് കറിക്കുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം. കറിക്ക് ഇന്ന് മത്തനാട്ടോ ഉണ്ടാക്കുന്നത്. മത്തന് താളിക്കാമെന്ന് വിചാരിച്ച്. അതേപോലെ തന്നെ മീനാണെങ്കിൽ അയിലാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ മത്തന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടാണ്ട് പച്ചമുളക് ഇട്ടാണ്ട് ഒന്ന് വേവിക്കാൻ വെച്ച്, എന്നിട്ട് ലാസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് വയ്ക്കും. മീൻ അയിലയാണ്. അയില പൊരിക്കാൻ മുറിച്ചാണ്ട് നല്ലോണം കായം തേച്ചെടുത്തു. അപ്പോഴേക്കും ചോറിനുള്ള വെള്ളം നല്ലോണം തളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം അരിയിട്ട് കൊടുത്തു. റേഷൻ അരിയാണ്ട് വേഗം ആവുകയും ചെയ്യും. ചോറിന് അടുപ്പ് നല്ലോണം കത്തിച്ചു കൊടുത്തു. എന്നിട്ട് വേഗം പോയിട്ട് മീൻ പൊരിക്കാൻ നിന്നു. അടുക്കളത്തെ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം വേഗം അടുക്കള ക്ലീനാക്കി വെച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക.